നല്ല മൈതുവാ ഇവിടെ നാളെ പറഞ്ഞാൽ കളിയായില്ലേ 5-ന്റെ കായില്ല അപ്പൊ നിങ്ങൾ എന്ത് കണ്ട് കുത്തിർക്കത് പോണ്ടേ സ്പോൺസർ 20 പോരാ 20 റുപ്യ അത് വൈക്കോടത്ത് 25 റുപ്യ കിട്ടണം ഒരാളേക്ക് ചണ്ടിയും ചാവാറൊക്കെ ഇവിടെ വലിച്ചേറ്റിക്കൊണ്ടില്ല ആകെ 2 കട കയറിയാൽ മതി 2 കടന്ന് 25 കിട്ടണം കളിയില്ലാത്ത 50 റുപ്യ കിട്ടണം നമുക്ക് എന്തെങ്കിലും കിട്ടുള്ളൂ പണി പാടും ഇത് പണ്ട് ടൂർണമെന്റ് അടുത്ത ഏരിയ കയറാം അപ്പൊ അതുകൊണ്ട് നമ്മൾ പോയി വെക്കല് അല്ല അല്ലേ നമ്മൾ പോയി വെക്കല്ലേ നീ നോക്കിട്ട് വരില്ല കൂട്ടിക്കള മേലെ കിട്ടണം അതായത് നമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നല്ലൊരു സംഖ്യ ബാക്കിയാണ് അടവുണ്ട് ഇത് മനാഫും ഇതിനും കൂടി അതറിയില്ല അറിയോ പറയാ ഞാൻ പറയില്ല കണക്ക് എഴുതുമ്പോഴേ കണക്ക് ഞാൻ എഴുതിക്കൊണ്ട് ചിലപ്പോ പറ്റിച്ചോ എന്തായാലും കിട്ടാൻ അല്ലാപ്പോ നമ്മളിപ്പോ വെറുതെ കളിപ്പിച്ചിട്ട് നമുക്കെത്താ കാര്യമാണ് സംഗതി ഈ ഇതുമ്മല് നിന്നിട്ടൊന്നും കാര്യമില്ലട്ടാ വേറെന്താ ഉടായ്പ തുടങ്ങും മൊത്ത ടീമും റെഡി അല്ലേ മൊത്തം ടീമൊക്കെ റെഡി ആക്കാം അതിന് പൈസ കിട്ടണ്ടേ അല്ല പൈസ നമുക്ക് സെറ്റാക്കാം ടീമൊക്കെ ഇതാവില്ലല്ലോ കംപ്ലൈന്റ് വരുമോ നമ്മളെ ഗ്രൗണ്ടില് കളി വെക്കണ ഗ്രൗണ്ടില് അപ്പൊ കളി സ്റ്റേഡിയത്തിലിടോ പിന്നെന്താ കച്ചവടക്കാരെങ്കിലും വരികയാണെങ്കിൽ എക്സ്ട്രാ പൈസ ആയിക്കോട്ടെ അന്നെ കാത്ത് നിക്കവിടെ വാ എടാ ഞാൻ എത്തിക്കണ മച്ചാൻ വരെ ഇനി അതിന്റെ പേരൊരു പ്രശ്നം വേണ്ട എല്ലാരും കേറില്ല നമ്മള് പോവാ ഫസ്റ്റ് കൊടുക്ക നമ്മള് പോണേ അങ്ങാടിക്കാണ്ട് വിടും ഇവിടെ വരാ നമ്മൾ പോയി വെക്കല്ലേ ഇവിടെ പോവാ നമ്മള് പോവാ അല്ലേ കച്ചവടം ഇങ്ങനെ പോണ് കുഴപ്പമില്ല ഞങ്ങള് വന്നതേ കളി വെക്കുന്നുണ്ട് അവിടെ സ്റ്റേഡിയത്തില് ഇവിടുത്തെ സ്റ്റേഡിയത്തില് ഞങ്ങളെ അനിയന്റെ നേരെ ബാക്കിലുള്ള അപ്പൊ വൈക്ക് നിങ്ങളൊരു എന്ത് കളിയാ എന്ത് കളിയാ നിങ്ങൾക്ക് തന്നെ അറിയില്ല എന്താ കളിന്ന് ഫുട്ബോളും ക്രിക്കറ്റും കൂടി പറയുന്നത് ഞാൻ പറഞ്ഞോ ഫുട്ബോളാണ് അപ്പൊ നിങ്ങളെ ഒരു നല്ലൊരു എമൗണ്ട് സംഭാവന സ്പോൺസർഷിപ്പിന് വന്നാ സ്പോൺസർഷിപ്പിന് നമ്മള് സ്പോൺസർഷിപ്പിന്റെ ക്യാഷൊക്കെ കഴിഞ്ഞിരിക്കണേ ഇപ്രാവശ്യത്തെ ഓരോ കൊല്ലത്തിന് ഇങ്ങനെ മാറ്റി വെക്കലാണ് അപ്പോ പിന്നെ അതല്ല പാർട്ണറോട് ചോദിക്കും വേണം നമുക്ക് കുറച്ച് പോരെ രണ്ട് കടകളിൽ സ്റ്റാൻഡേർഡ് നല്ല റിച്ച് കടകളിൽ മാത്രം ആളുകളെടുത്തും റിച്ച് കടകൾ അങ്ങനെയുള്ള ആളുകളെടുത്തൊക്കെ ചില്ലറ പൈസ മതി മാത്രം 30 ഞങ്ങളെ അങ്ങനെ 2 കടയ്ക്കുള്ള എമൗണ്ടാണ് ഇപ്പൊ ഞങ്ങൾ കണക്കൂട്ടുന്നത്. എന്നാലും നമ്മുടെ അടുത്ത് ഇപ്രാവശ്യം ഇനി അടുത്തേൽ നോക്കാം. ഈ പ്രാവശ്യത്തെ നമ്മളത് കൊടുത്തു കഴിഞ്ഞ് അതാണ്. പിന്നെ പാർട്ണറോടും ചോദിക്കണം. അപ്പോൾ നടക്കൂ. ഞങ്ങള് അടുത്ത പ്രാവശ്യം നമുക്ക് എന്താ പറയാ ഇല്ലാത്തോണ്ട് ഇപ്രാവശ്യത്തെ കൊടുത്തു കഴിഞ്ഞോണ്ടാ. നമുക്ക് അടുത്ത പരിപാടിക്ക് നോക്കാം. ഇല്ല എത്ര ആയാലും നമുക്ക് അടുത്ത പരിപാടിക്ക് നോക്കാം. 5 റുപ്യ ലാസ്റ്റ്. അല്ല അതാ ഞാൻ പറഞ്ഞത്. നിങ്ങളിന്ന് പ്രതീക്ഷിച്ചാണ്ട് വന്നത്. ശരിയാണ്. പക്ഷെ അതല്ല നമുക്കറിയാം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നിങ്ങൾ വെച്ചില്ലേ ഫുട്ബോളിന്റെ പൈസ നമ്മള് ഇല്ല ഞാൻ ഉണ്ടെങ്കിൽ അതാ നിങ്ങൾക്ക് വിളിച്ച്
കാരണം ആൾക്കാരല്ലേ തരണ്ട്. ഏതായാലും പാർട്ണറോട് ചോദിച്ചിട്ട് ഞങ്ങള് പ്രതീക്ഷിക്കുന്നുണ്ട്. ആയിക്കോട്ടെ. അപ്പൊ എന്തായാലും ഇപ്രാവശ്യം ചെയ്യെങ്കിൽ അടുത്തേലും നമുക്ക് ഉഷാറാക്കാം. അതിങ്ങനെ പറയല്ലേ. ഏതായാലും ഞാൻ വിളിക്കാം കേട്ടാ. ക്രിക്കറ്റ് ബോളിന്റെ കാര്യം കൂടി ക്രിക്കറ്റ് അല്ല എന്താ ഫുട്ബോളേ. ഫുട്ബോളാണ്. അപ്പൊ ചിന്നോട് ക്രിക്കറ്റ് തന്നെ പറഞ്ഞത് വണ്ടികൾ നടന്നാണ്. അത് ആകെ മൂഞ്ചി. അത് ഒരുത്തം അവിടുന്ന് ക്രിക്കറ്റ്, ഒരുത്തം ഫുട്ബോള്, ഒരുത്തം വോളിബോള്. നീ ഇജ്ജനെ പറഞ്ഞാൽ മതി, ക്രിക്കറ്റ് ഫുട്ബോൾ ഒന്നും വേണ്ട. ഞാൻ ആദ്യം കയറാൻ അതുകൊണ്ടാണ്. ചോദിച്ചാ മതി. പരിചയപ്പെടാൻ നമുക്ക്. ഞങ്ങള് വന്നതേ നമ്മളെ സ്റ്റേഡിയം ഉണ്ടല്ലോ, അതിലൊരു കളി വെക്കുന്നുണ്ട്. എന്ത് കളി? ക്രിക്കറ്റ്. ഒരു മിനിറ്റ് വന്നാ മുഖത്തെ പരിപാടിയാ. കളി ഏതാന്ന് എനിക്ക് അറിയില്ലേ? കഥകളി. എന്താ ഞാൻ അവിടുന്ന് പറഞ്ഞല്ല, ഫുട്ബോളാണ് ഫുട്ബോളല്ല ഇപ്പൊ നമ്മള് വെക്കണത്. ഫുട്ബോളാണ്. റൂമിന്റെ വാടക അടച്ചിട്ടില്ല, കറണ്ട് ബില്ല് അടച്ചിട്ടില്ല. അവിടുന്ന് ഇവിടുന്ന് വാങ്ങി ചില്ലറ അഞ്ഞ് കൊടുക്കാനാ. ഇതൊക്കെ കൊടുക്കണ്ടേ? മൊബൈൽ ഫോണും വാങ്ങണം, വണ്ടീന്റെ അടവ് അടക്കാൻ പറഞ്ഞു ചേച്ചി. ഇതൊക്കെ നടക്കണം എന്നുണ്ടെങ്കിൽ മുണ്ടാതെ നിക്കണം. പറഞ്ഞ മനസ്സിലാകണ്ട. ജന്നാളൊരു പോയത്താണ്. രണ്ടേയും പാല് ഇത് നടക്കുമെന്ന് അറിയില്ല. ഈട് വാ, ഇജ്ജി മുണ്ടായിട്ടോ. ഇട് വാ. അപ്പോൾ എന്തെങ്കിലും നിങ്ങളെ വക നല്ലൊരു സംഭാവന. ഞങ്ങൾ ഒരുപാട് കടകളിലൊന്നും പോയിട്ടില്ല, അതുപോലത്തെ റിച്ച് കടകളിൽ മാത്രമേ ഇവിടെ സ്പോൺസർഷിപ്പ് ഒന്നും കൊടുക്കലില്ല. പിന്നെ അടുത്ത കട കയറുമ്പോഴത്തെ ക്രിക്കറ്റോ ഫുട്ബോളോ തീരുമാനാക്കിയാണ്ട് പോയി കളിട്ടാ. എന്നോട് പറഞ്ഞ മാതിരി ചെയ്താൽ പോരാ. എനിക്ക് കാലത്തെ പരിപാടി പോയടുത്തൊക്കെ അല്ല ചെങ്ങളെ ഈ കളി ഏതാന്നുള്ള കടയാത്തനിപ്പൊ കടിഞ്ഞാല് മൊബൈൽ ഫോണൊക്കെ വാങ്ങണം എന്ന് വിചാരിച്ചു. ഇപ്പൊ എന്താ അടുത്ത പ്ലാന്? 2 കട കയറി, 2 കടയിൽ 30, 40, 50 എന്തൊക്കെയാണ്? ബാഗ് എടുത്തോളി, കായ് അറ്റക്കേണ്ടി വരും. നമ്മളൊന്ന് കുറച്ച് ചോദിച്ചു നോക്കിയല്ലേ നീ? എന്റെ ആരാ ഓരോ കുടുംബക്കാരെ കടഞ്ഞ ഇവിടെ പോയി നോക്കിയാലോ? കിട്ടിയതായി പോയി നോക്കാം. അങ്ങനെ തന്നെയല്ലേ ഇതിപ്പോ നമ്മളൊക്കെ അറിഞ്ഞിട്ടാ. പല വാതിലും മുട്ടും ഏതെങ്കിലും തുറന്നാലോ? പോയി നോക്കാം. നമ്മള് അല്ലേ അടുത്ത സ്ഥലം നോക്കാം. നമ്മളൊരു കളി വെക്കുന്നുണ്ട് നമ്മളെ സ്റ്റേഡിയത്തില്. അപ്പൊ അതിന് നിങ്ങളെ വക ഒരു നല്ലൊരു സംഭാവന ആയിട്ട് എന്തെങ്കിലുമൊക്കെ. നിങ്ങളുടെ സ്ഥലം എന്ന് പറഞ്ഞത്? നമ്മളിവിടെ എവിടെ? അരിപ്പാറ. അവിടെ ഒന്നും പിരിവിട്ടണില്ല ഞങ്ങൾക്ക്? അല്ല, എല്ലാ കടയിൽ നിന്ന് നമുക്ക് കിട്ടി. അപ്പൊ നിങ്ങളെ ഒരു എമൗണ്ട് എന്തെങ്കിലുമൊക്കെ. എത്ര വയസ്സായി നിങ്ങൾക്ക്? എനിക്കിപ്പോ ഒരു 32, 33 വയസ്സൊക്കെ ആയി. കല്യാണം കഴിച്ചിനാ? എന്നാലേ പണി നിങ്ങൾക്ക് പിരിവല്ല വേണ്ടത്. ഞാന് രാവിലെ 6 മണിക്ക് തുടങ്ങിയ ഈ പണി. ഇതേപോലെ എന്ത് പണി അറിയാ? ഞങ്ങള് ഇങ്ങനെ ക്ലബിന്റെ കാര്യമൊക്കെ ആയിട്ട് ഇങ്ങനെ ക്ലബിന്റെ കാര്യമായിട്ടാണ് ഈ പണി എടുക്കുക. പണിക്ക് രാവിലെ 7 മണിക്ക് ഒരു ഉറയും തൂക്കി കുടിച്ച് പണിക്കാണ്ട് പോയിക്കോ. അപ്പൊ കിട്ടും വൈകുന്നേരം 800, 900, 1000. അതേപോലെ രാവിലെ പണിയെടുത്തിട്ടാണ് നമ്മളും രാത്രി പെരീക്ക് പോണത്. അല്ല, നിങ്ങളെ കടന്റെ പേര് പറയാം. നമ്മൾ കടന്റെ പേര് പറയണ്ട, പണിക്ക് പോയിക്കോളി. പണിക്ക് പോയാൽ വൈകുന്നേരം കൂലി വാങ്ങി പെരീ പോകാം. ഉളുപ്പുണ്ട് ചങ്ങായി വരങ്ങൾക്കൊക്കെ ഈ പീടിയാന്നിടം നടന്നു കാണ്ട് ഈ ഇറക്കാന്. പണിക്ക് പോയാല് ഒന്ന് പുറത്തേക്കുന്ന പോകാലത്തെ പരിപാടി ആയിക്കോല്ലോ. എനിക്ക് പള്ള പൈച്ചുണ്ട് പോയി. നമുക്ക് പള്ള പൈച്ചുണ്ട്. വണ്ടി കണ്ണടിച്ചണം. നമുക്ക് എന്തേലും അലക്കി മാട്ടാ.
പോയാണ്ട് 100 രൂപ വെച്ചിരിക്കാം ഞങ്ങളിവിടെ ഉണ്ട് ഒന്നും കാട്ടൊന്നുമില്ല. ഒരു 100 ഉറുപ്പിനെ വിളിച്ച് തരും നിങ്ങൾ. ഞാൻ ആ പഹര കൂട്ട് രാവിലെ ഇറങ്ങിയത് ഒരു കൂറ്റി വെള്ളം ഞാൻ കുടിച്ചിട്ടില്ല. നോൻപ് വെക്കാൻ ലാഭം. ഇതിപ്പോൾ ആകെ സ്വയ്പായി. ഒരു 100 ഉറുപ്പിനെ ഒരു കാലിച്ചാലിന് കുടിച്ചത്. അപ്പൊ എന്റെ കൂടെ ഉള്ള ഒരുത്തനോട് ഇപ്പൊ പറഞ്ഞു വെച്ച് കേട്ടില്ലേ, ഒരു നയാ പൈസ ഇവിടെ ഇല്ല. രാവിലെ തൊട്ട് വൈകുന്നേരം പണിക്ക് പൊയ്ക്കോളി. ആ പറഞ്ഞൊക്കെ എനിക്കും ബാധകാണ് കേട്ടില്ല. അതുകൊണ്ട് ഇവിടുന്ന് ഒരു നയാ പൈസ കിട്ടൂല. ഞാൻ പൊയ്ക്കോളി നിങ്ങൾ എന്തെങ്കിലും ഉള്ളത് തരുന്ന വെച്ച് എന്നോടല്ല പറഞ്ഞ ഒരു നയാ പൈസ ഇവിടുന്ന് കിട്ടൂല. ഈ കത്രി എന്തിനുള്ള അറിയാൻ എനിക്ക് പോയി പണിയെടുക്കാൻ നോക്ക്. ഓരോരോ കട്ടക്കാലുണ്ടായി തീരുന്നു. എത്ത് കട്ടക്കാലം ഒക്കെ അജ് ഫുട്ബോൾ പറയും, ക്രിക്കറ്റ് പറയും, വോളിബോൾ പറയും. നമ്മൾ ഒരു തീരുമാനത്തിൽ പോയതല്ലേ ഇവിടുന്ന്. ഓരോരുത്തർ ബാഗ് എടുത്തോളി, പെട്ടി എടുത്തോളി. അതൊക്കെ 50 ഉണ്ട്. ഇതിന് മുമ്പ് നമ്മൾ പോയിട്ട് ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇത് ക്രിക്കറ്റ് ഫുട്ബോൾ എല്ലാം കൂടി ഒപ്പാണ് പറയും. ഏതെങ്കിലും ഒന്നല്ല നമ്മൾ പറഞ്ഞു പോയിന് ഇവിടെ ചായ താല് കിട്ടാത്ത ഭാഗ്യം ചങ്ങന്മാരെ. ആ ചങ്ങക്ക് ഓങ്ങി വന്ന വേറെ വണ്ടി ചേച്ചി കാത്തതാ ആകെ കിട്ടിയാണെങ്കിൽ എത്തിനീ. എന്തായാലും നാളെ മുതൽ പണിക്ക് പോകാം. അത്ര പണിക്കോ വേണം. കറണ്ട് ബില്ലും അടക്കുക. പിന്നെ ചില്ലറ വാങ്ങിയതുണ്ട്, അത് പതുക്കെ സമാധാനത്തിൽ ഫസ്റ്റ് ഇത് കൂട്ടാതൊക്കെയുള്ള വല്ല പണിയും നോക്കി കറണ്ട് ബില്ലും വാടകയും കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒരു മൊബൈൽ ഫോണൊക്കെ വാങ്ങണം. മൊബൈൽ ഉണ്ടായിട്ട് മതി. കളിയും കൂടി ഒന്നുമില്ല. ഇനി പോവാ പരി പോവാ. നാളെ ഞാൻ എന്റെ കൂടെ പണിക്കോ വരട്ടോ. ഞാൻ പോകണേ ഏതായാലും പണിക്കോളെ പിന്നെ തീരുമാനിച്ചു. അടച്ചി ഒരു ഉറുപ്പ്യ കിട്ടിയില്ല. ഇനി പിരിവിന് ഞാൻ ഉണ്ടാവൂല. പിരിവോ? ആ അതന്നെ പറഞ്ഞത്. തല്ലിട്ടതാ കഴിച്ചാൽ നമ്മള് പോവാ. നമ്മള് പണിക്കുള്ള പരിപാടി വെക്കാം. ഞാൻ ലൈറ്റ് ഫാനൊക്കെ ഓഫ് ആയി കളി. അതിന്റെ കറണ്ട് ബില്ല്